ഹായ് കൂട്ടുകാരെ, നമസ്കാരം. ഞാനൊരു ഡിവൈസ് വാങ്ങി. എന്താ ഈ മൈക്രോഫോൺ. ഈ വീഡിയോ ഒക്കെ ഓരോന്നൊക്കെ ചെയ്യണം, ഒരു വീഡിയോ ഒക്കെ ചെയ്ത് നോക്കാം. അപ്പോൾ അതിന് നല്ലൊരു ശബ്ദ ക്വാളിറ്റി ഒക്കെ കിട്ടുമെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു സാധനം വാങ്ങിയത്. കുഴപ്പമൊന്നുമില്ല. അത് വീഡിയോ ചെയ്യണമെന്ന് കരുതിയതല്ലാതെ ഒരു വീഡിയോയും ചെയ്യാൻ ഇതേവരെ കഴിഞ്ഞിട്ടില്ല. മേടിച്ചിട്ടിപ്പോൾ 2-3 മാസമായി കേട്ടോ. അതിനൊരു മൈക്കുണ്ട്, പിന്നെ ഒരു ചെറിയ സാധനം ഇങ്ങനെയുണ്ട്. ഇത് ഒരു കണക്ടറാണെന്ന് തോന്നുന്നു, നമ്മുടെ ഐഫോണിലേക്കൊക്കെ കണക്ട് ചെയ്യാനുള്ള കണക്ടറാണ്. ഇതാണ് ആൻഡ്രോയിഡ് ഫോണിൽ കണക്ട് ചെയ്യാനുള്ള. ആൻഡ്രോയിഡ് ഫോണുള്ള ഐഫോണിലാണെങ്കിലും കണക്ട് ചെയ്യുന്ന ഇത് തന്നെ. അതിൻ്റെ എന്താണെന്ന് അതിന് പറയുക, ട്രാൻസിസ്റ്ററോ എന്തായാലും ഈ സാധനമുണ്ട്. പിന്നെ അത് കൂടാതെ ഇത് ചാർജ് ചെയ്യാൻ ഒരു കേബിളുണ്ട്. കേബിള് USB കേബിളാണ് കേട്ടോ. അതുകൊണ്ട് നമുക്ക് വേറെ ചാർജിങ് കേബിളൊക്കെ ഉപയോഗിച്ചാണ്, USB ചാർജിങ് കേബിൾ ഉള്ളതുകൊണ്ട് അത് ഉപയോഗിച്ചാണെങ്കിലും ചാർജ് ചെയ്യാം. കുഴപ്പമൊന്നുമില്ല, നല്ല ക്വാളിറ്റിയാണ്. അപ്പം അങ്ങനെയൊരു സാധനം മേടിച്ചു എന്ന് നിങ്ങളോട് പറയാൻ വേണ്ടി വന്നതാണ്. ഇത് മേടിച്ചിട്ട് എന്താ കാര്യം? ഇതൊരു വീഡിയോ പുറത്തേക്ക് ഇറങ്ങിപ്പോയി ചെയ്യുക എന്നുള്ളത് ഭയങ്കര മടിയാണ്. കാരണം ഒരു നാണക്കേടാണ്. എന്തോ ഇപ്പോഴും നാളും പറഞ്ഞിട്ടില്ല, നമ്മളൊത്തിരി പ്രായമായിട്ടും നാണക്കേട് പോലെ തോന്നുന്നു. അപ്പോൾ ആ നാണക്കേടില്ലാതെ പുറത്തേക്ക് ഇറങ്ങിപ്പോയാൽ മറ്റുള്ളവരെന്ത് വിചാരിക്കും, എന്ത് പറയുന്നൊന്നും വിചാരിക്കാതെ ഇറങ്ങിപ്പോയാൽ എന്തെങ്കിലുമൊക്കെ വീഡിയോകളൊക്കെ എവിടുന്നേലൊക്കെ ശേഖരിച്ച് ചെയ്യാവുന്നതേ ഉള്ളൂ. എങ്കിലും ഒരു മടി, ഞാൻ വരെ പോയില്ല. നേരത്തെയൊക്കെ മഴയാണെന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ മടിച്ചിരുന്നു. ആരോടാ പറയുന്നത്? എന്നോട് തന്നെയാവട്ടെ, വേറെ ആരോടല്ല. ഞാൻ എന്നെ തന്നെ ബോധ്യപ്പെടുത്തുന്നതാണ് ഈ മഴയത്ത് എന്ത് വീഡിയോ എന്നൊക്കെ പറഞ്ഞിരുന്നു. ഇപ്പോൾ ഇത് തണുപ്പായി. അപ്പോൾ പറയുന്നത് ഈ തണുപ്പത്ത് തണുപ്പ് മാറി കഴിയുമ്പോൾ ഇനിയിപ്പോൾ ഈ വെയിലത്താണോ എന്നിങ്ങനെ ചിന്തിച്ചിരിക്കുകയാണ്. അപ്പോൾ കുഴപ്പമൊന്നുമില്ല, നല്ല സാധനം. പിന്നെ ഇതിന് ചാർജ് ചെയ്തിട്ട് അങ്ങോട്ടേക്ക് അത്രയും നിൽക്കുന്നില്ലെന്ന് തോന്നുന്നു ചാർജ്. അതിൻ്റെ ബാറ്ററിയുടെ പവറൊക്കെ എന്താണെന്ന് അറിയത്തില്ല. എന്തായാലും അത്രയ്ക്കൊരു വീഡിയോ ഒരു അരമണിക്കൂറൊക്കെ ചെയ്യേണ്ട ഒരു വീഡിയോ, അല്ലെങ്കിൽ 1 മണിക്കൂറൊക്കെ ചെയ്യേണ്ട വീഡിയോ കഷ്ടിച്ച് ചെയ്യാൻ കഴിയുമായിരിക്കും. ഞാനൊരു 10-15 മിനിറ്റൊക്കെ ഉള്ളത് അരമണിക്കൂർ എത്താത്ത വീഡിയോകളൊക്കെ ചെയ്തു. 1-2 ചെയ്തപ്പോഴേക്കും ചാർജ്. പിന്നെ എനിക്ക് ഒരു മണ്ടത്തരം പറ്റിക്കൊണ്ടോ. എന്താണെന്നറിയോ, ഞാനിത് മേടിച്ചുകൊണ്ട് വന്നിട്ട് ഇതിനകത്ത് കണക്ട് ചെയ്തിട്ട് ഇതൊന്നും കണക്റ്റാകുന്നില്ല. അപ്പോൾ ഒട്ടേറെ വീഡിയോകളൊക്കെ കണ്ടതിന് ശേഷമാണ് ഇത് മേടിക്കുന്നത്. അപ്പോൾ യൂട്യൂബിൽ തന്നെ ഇത് കണക്റ്റാകാതെ ഇരുന്നപ്പോൾ ഞാൻ ഓർത്ത്, പക്ഷേ എന്നെ പറ്റിച്ചോ, ഇതെന്താ സാധനം എന്നൊക്കെ ഓർത്തിങ്ങനെ എന്തോ തിരിച്ചയക്കാം എന്നൊക്കെ ഓർത്തിങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ പലരും മറ്റു പല ഡ്യൂപ്ലിക്കേറ്റ് ആപ്പുകളും ഡൗൺലോഡ് ചെയ്തൊക്കെ ചെയ്യാമെന്നൊക്കെ പറഞ്ഞാൽ അതും ഞാൻ പരീക്ഷിച്ച് നോക്കി. പക്ഷേ ആപ്പ് വർക്ക് ചെയ്യും, ഇത് വർക്ക് ചെയ്യുകയാണ്. അങ്ങനെ ഞാൻ ഓർത്ത് നന്നായി തിരിച്ചയച്ചേക്കാം എന്നൊക്കെ ഓർത്തപ്പോൾ എന്തായാലും ഒരു പരീക്ഷണങ്ങൾ നടത്താം എന്ന് കരുതി ഞാൻ ഇതിൻ്റെ ചാർജിങ് കേബിളൊക്കെ എടുത്ത് ഇതിനെ ഒന്ന് ചാർജ് ചെയ്തു. ഈ സാധനത്തിന് ഇതിലേക്ക് കുത്തി ഒന്ന് ചാർജ് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് ചാർജായിട്ട് ഇപ്പോൾ ഒരാപ്പും വേണ്ട. അത് കണക്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ അത് സിഗ്നൽ കാണിക്കുന്നുണ്ട് കണക്റ്റായി എന്ന് പറഞ്ഞാലേ ശരി. നമ്മളിപ്പോൾ ഒത്തിരി വീഡിയോകളൊക്കെ കണ്ടാലും തിരക്ക് പിടിച്ച് കയറി ചെയ്യാൻ പോയാൽ ഇങ്ങനെ ഒന്നോടെയൊക്കെ ഒന്ന് ചിന്തിച്ച് ആലോചിച്ച് ഇതൊക്കെ ഇപ്പം ഉപയോഗിച്ചിട്ടുള്ള ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ എളുപ്പമാണ്. അത് ചോദിച്ച് മനസ്സിലാക്കുകയൊക്കെ ചെയ്യാനൊക്കെ എളുപ്പം. സംഭവം ഇത് ആൻഡ്രോയിഡ് ഫോണിൽ, എൻ്റെ ഫോണിൽ ഇത്
സൂട്ടാകുന്നുണ്ട്. അപ്പോൾ അത് ഒരു നല്ല സാധനമാണ്. പിന്നെ ഇവർ പറയുന്ന 20 മീറ്റർ ഒന്നും പരീക്ഷിച്ച് നോക്കിയില്ല കേട്ടോ. 20 മീറ്ററൊക്കെ അകലെ നിന്ന് നമുക്ക് കിട്ടുമെന്നൊക്കെ ഇവർ പറയുന്നുണ്ടെങ്കിലും അത് പരീക്ഷിച്ച് നോക്കിയില്ല. 20 മീറ്ററൊക്കെ ഇച്ചിരി ബുദ്ധിമുട്ടാണ് ഇവിടുന്ന് റോഡിലേക്കൊക്കെ ഇറങ്ങിപ്പോകും. അത് കൊണ്ട് ഞാൻ ഒരു അടുത്ത് മൊബൈലിനെ സ്റ്റാൻഡിൽ വെച്ചിട്ട് ഇങ്ങനെ യാത്ര പുറകോട്ട് പോകുക എന്നുള്ളതൊക്കെ ഓർക്കും. അല്ലെങ്കിൽ പിന്നെ ആരെങ്കിലും കൂടെ വേണം പിടിക്കാനൊക്കെ. അപ്പോൾ അതില്ലാത്തതുകൊണ്ട് ഞാൻ അത്തരം പരീക്ഷണങ്ങളിലേക്കൊന്നും പോയില്ല. പിന്നെ ഈ 20 മീറ്റർ ദൂരെ നിൽക്കുന്ന ഒരാളുടെ വീഡിയോ എടുക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഈ മൊബൈലിലൊന്നും എടുത്താൽ ആളെ പോലും കാണില്ല. അതുകൊണ്ട് പിന്നെ അത്തരം പരീക്ഷണത്തിനൊന്നും ഞാൻ മുതിർന്നില്ല. എന്തായാലും ശബ്ദം ക്വാളിറ്റിയൊക്കെ ഞാൻ പരിശോധിച്ച് നോക്കി. ശബ്ദമൊക്കെ കുഴപ്പമൊന്നുമില്ല, ശബ്ദമുണ്ട്. പിന്നെ ഇതാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്, ചാർജ് ശരിക്ക് നിൽക്കുന്നില്ലെന്നുള്ളതാണ്. അപ്പോൾ അത് 3-4 മണിക്കൂറൊക്കെ ചാർജ് നിൽക്കേണ്ടതാണ്. 4 മണിക്കൂർ ആരും വീഡിയോ എടുത്തില്ലെങ്കിലും ഒരു അരമണിക്കൂർ ചാർജ് നിൽക്കണം എന്നാണ് ഞാൻ അത്രയും എടുക്കാത്തത് കൊണ്ടായിരിക്കും ചാർജ് അത്രയ്ക്ക് അങ്ങോട്ട് പോരാ എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. നിങ്ങളൊക്കെ മേടിക്കുന്നെങ്കിൽ മേടിക്കുക. ഞാനിത് ശുപാർശ ചെയ്യുന്നൊന്നുമില്ല. പക്ഷെ ഇത് ഒത്തിരി ഡിമാൻഡുള്ള ഒരു സാധനമാണ്. വളരെ വിലക്കുറവാണ്. 350 അതുകൊണ്ട് വില മറന്നുപോയി. അത്രയും ചെറിയൊരു വിലയുള്ളൂ. 333 രൂപ 34 രൂപ മറ്റേ വിലയുണ്ട് ഇതിന് കേട്ടോ. അത്രയും വിലയേ ഉള്ളൂ. അപ്പോൾ നമുക്കത് മേടിച്ചു കഴിഞ്ഞാലും വീഡിയോ ഒക്കെ ചെയ്യുന്നവർക്ക്, ചെറിയ വീഡിയോകളൊക്കെ ചെയ്യുന്നവർക്ക് കുഴപ്പമൊന്നുമില്ല, നഷ്ടമൊന്നും വരികയില്ല. വലിയ നീണ്ട ലോങ് വീഡിയോ ഒക്കെ ചെയ്യുന്നവർക്ക് എങ്ങനെയാണെന്ന് അറിയത്തില്ല. ലോങ് വീഡിയോ എന്ന് പറഞ്ഞാൽ അരമണിക്കൂറിൻ്റെ ഒക്കെ വീഡിയോ ചെയ്യാം. അതിൽ കൂടിപ്പോയി കഴിഞ്ഞാൽ ബാറ്ററി ചാർജ് നിൽക്കുമെന്നുള്ളതിനെക്കുറിച്ച് പരീക്ഷിച്ച് നോക്കിയാലേ അറിയത്തുള്ളൂ. അത്രയും വലിയ വീഡിയോ ഒന്നും ഞാനിതേവരെ എടുക്കാത്തതുകൊണ്ട് എനിക്കറിയത്തില്ല അതിനെക്കുറിച്ച്. ഓക്കെ കൂട്ടുകാരെ.